നമ്മൾ ഈ 3 ഡേയ്സ് കൺസിക്യൂട്ടീവ്‌ലി ടെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് കുറച്ചധികം ഹെക്റ്റിക് ആവില്ലേ? ഒന്നാമത് വി ആർ വെരി ഫ്രഷ് ടു ദിസ്. അപ്പം നമ്മളുടെ സബ്ജക്ട് നോളജും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ കുറവായിരിക്കും. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഈ 3 ദിവസം ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് എടുക്കുന്നതും അതിനകത്തുനിന്ന് ഇൻസൈറ്റ്സ് കണ്ടുപിടിക്കുന്നതും? ഇപ്പോൾ UPSC മെയിൻസിൻ്റെ ഒരു ടൈം ടേബിൾ അറിയാവോ? എന്ന് വെച്ചാൽ നമ്മളിപ്പം ഫ്രൈഡേയിൽ എസ്എ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ സാറ്റർഡേ രാവിലെ GS1, ഉച്ചയ്ക്ക് GS2, അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം GS3, GS4. ഇതെല്ലാം 3 അവേഴ്സാണ്. ഇവിടെ ഹെക്റ്റിക് ആകുമോ എന്നുള്ളൊരു ചോദ്യത്തിന് ശരിക്കും പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് 2 അവേഴ്സ് അല്ലേ ഉള്ളൂ ടെസ്റ്റ്. അതും നമ്മൾ ചെയ്യുന്നത് ഒരു ദിവസം തന്നെയല്ല, 3 ദിവസമായിട്ടല്ലേ ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം 2 മണിക്കൂർ, അടുത്ത ദിവസം 2 മണിക്കൂർ, അതിൻ്റെ അടുത്ത ദിവസം 2 മണിക്കൂർ. അപ്പോൾ അതൊരു ഹെക്റ്റിക് ആകുമോ എന്നുള്ള ആ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഹെക്റ്റിക് ആവാനുള്ള സാധ്യതയില്ല. മാത്രമല്ല ആ ഒരു പ്രഷറിൽ നമ്മൾ ശരിക്കും ഒന്ന് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യണ്ടേ. കാരണം മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ 3 ടെസ്റ്റ് വെച്ചിട്ട് നമ്മളെ അനലൈസ് ചെയ്ത് നമ്മൾ അസസ് ചെയ്തിട്ട് എന്താണ് ചെയ്യുന്നതെന്നുള്ളതല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ടൈം ഒരിക്കലും വേസ്റ്റ് അല്ല. ആ ഒരു 3 ദിവസം എന്ന് പറയുന്നത് ശരിക്കും മുന്നോട്ടുള്ള 180 ദിവസത്തിൻ്റെ ഒരു ബിഗിനിങ് ആണെന്ന് വേണേൽ നമുക്ക് പറയാൻ പറ്റും. സോ അതുകൊണ്ട് അങ്ങനെ അതിനെ കാണേണ്ട ആവശ്യമില്ല.